പോക്സോ കേസിൽ മാതാപിതാക്കളുടെ മൊഴി ശക്തമായ തെളിവെന്ന് സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി. പോക്സോ കേസിൽ കീഴ്ക്കോടതിയുടെ ശിക്ഷ ഒഴിവാക്കി കിട്ടാൻ വേണ്ടി സുപ്രീം കോടതി അപ്പീൽ നൽകിയ വ്യക്തിയുടെ ഹർജി തള്ളിക്കൊണ്ടാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന നിരീക്ഷണം. കാരണം ഇദ്ദേഹം പറഞ്ഞത് വൈദ്യപരിശോധന റിപ്പോർട്ടിൽ മുറിവുകൾ ഒന്നുമില്ല, അതുകൊണ്ട് എന്നെ വെറുതെ വിടണം എന്നായിരുന്നു ഇദ്ദേഹം സുപ്രീം കോടതി ഹർജി നൽകിയത്. എന്നാൽ സുപ്രീം കോടതി പറഞ്ഞത് മാതാപിതാക്കളുടെ മൊഴി ശക്തമാണെങ്കിൽ അതാണ് ഫസ്റ്റ് തെളിവ്. അതാണ് ഈ കോടതിയിൽ ശിക്ഷിക്കുന്നതിന് ആദ്യത്തെ തെളിവായിട്ട് അതാണ് എടുക്കേണ്ടത്. മെഡിക്കൽ റിപ്പോർട്ട് രണ്ടാമതേ വരുള്ളൂ. മെഡിക്കൽ റിപ്പോർട്ടിനകത്ത് മുറിവില്ല എന്ന് പറഞ്ഞാൽ ഐ വിറ്റ്നസ്സായ അവരുടെ തെളിവാണ് ശക്തം. അതുകൊണ്ട് ഒന്നാമത്തെ തെളിവ് അതാണെന്നും അതുകൊണ്ട് ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം എന്ന് സുപ്രീം കോടതിയുടെ സുപ്രധാന നിരീക്ഷണം. ഓക്കെ, താങ്ക് യു. മിക്ക രക്ഷകർത്താക്കളും കുട്ടികൾക്ക് ഇങ്ങനെയുള്ള പീഡനം നടക്കുമ്പോൾ കുട്ടികളുടെ കൂടെ നിൽക്കാതെ മറ്റ് ആൾക്കാർ പുറത്തറിഞ്ഞാൽ എന്താകും എന്ന് മനസ്സിലാക്കി ഇത് പുറത്ത് പറയാതെ നടക്കും. എന്നാൽ ഇത് പറയുന്നത് വ്യക്തമായ മെഡിക്കൽ റിപ്പോർട്ട് ഇല്ലെങ്കിൽ തന്നെയും ഇവരുടെ പേരിൽ ശക്തമായ പോക്സോ നിയമപ്രകാരം കേസെടുക്കാം എന്ന് സുപ്രീം കോടതി പറഞ്ഞപ്പോൾ ഇത് എത്ര മാതാപിതാക്കളുടെ കൂടെ നിൽക്കും? അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മാതാപിതാക്കൾക്ക് കുട്ടികൾക്കുണ്ടാകുന്ന വിഷമങ്ങൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഇത് ചൈൽഡ് വെൽഫെയർ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ പോക്സോ കേസ് എടുക്കണം. പോക്സോ കേസിൽ ശക്തമായ ശിക്ഷ കിട്ടുകയും ചെയ്യും. അതാണ് എനിക്ക് ഇതിനകത്ത് വ്യക്തിപരമായിട്ട് പറയാനുള്ളത്. കുട്ടികൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ കുട്ടികൾക്ക് ശക്തമായ മാനസിക പിന്തുണ രക്ഷകർത്താക്കളുടെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകണം. കാരണം അവരനുഭവിക്കുന്ന ആ വിഷമങ്ങളിൽ നിന്ന് കടന്നു പോകണമെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് നല്ല മാനസിക പിന്തുണ കേസ് കൊടുക്കുക മാത്രമല്ല, കുട്ടികളുടെ കൂടെ തന്നെ നമ്മൾ നിന്ന് അവർക്ക് വേണ്ട മാനസിക പിന്തുണയും സപ്പോർട്ടും എല്ലാം കൊടുക്കുക തന്നെ രക്ഷകർത്താക്കൾ ചെയ്താലേ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ഒരു ഇതിനകത്തുനിന്ന് അവരുടെ ട്രോമ മാറ്റിയെടുക്കാൻ സാധിക്കും. ഈ ആധുനിക ലോകത്തിൽ സമൂഹത്തിൽ പേടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും എന്നറിഞ്ഞിട്ട് കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന ഇതിനകത്ത് നമ്മൾ ഇങ്ങനെ പറയാതിരുന്നാൽ അല്ലെങ്കിൽ ഇതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാതിരുന്നാൽ പിന്നെയും ഇത് വർദ്ധിക്കുകയുള്ളൂ. അതുകൊണ്ട് സമൂഹത്തെ പേടിച്ച് നിൽക്കേണ്ട കാര്യമില്ല. മാതാപിതാക്കൾ കുട്ടികൾക്ക് സപ്പോർട്ട് ചെയ്യും. അതിൻ്റെ വേണ്ട നടപടികളും എല്ലാ മാതാപിതാക്കളും ചെയ്യാൻ ശ്രമിക്കുക തന്നെ ചെയ്യും.